ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് കനത്ത തീരുവ ഏർപ്പെടുത്താൻ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. വ്യാപാര യുദ്ധത്തിൽ ഇതുവരെ ഒഴിവാക്കിയിരുന്ന മരുന്നുകളെയാണ് ട്രംപ് നോട്ടമിടുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് 200% വരെ തീരുവ ചുമത്തുമെന്നാണ് ഭീഷണി. പുറം രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് യു.എസിൽ നികുതി ഒഴിവാക്കി നിൽക്കിയിരുന്നു. എന്നാൽ അടുത്തിടെ യൂറോപ്പിൽ നിന്നുള്ള ചില മരുന്നുകൾക്ക് 15% തീരുവ ചുമത്തിയിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ പുതിയ നീക്കം വിലക്കയറ്റവും മരുന്നുക്ഷാമവും ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 25% തീരുവ ചുമത്തിയാൽ പോലും യു.എസിൽ മരുന്നുവില 10-14% വരെ ഉയർന്നേക്കാം. 97% ആന്റിബയോട്ടിക്കുകളും 92% ആന്റിവൈറൽ മരുന്നുകളും ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. മുഴുവൻ നിർമ്മാണ ശൃംഖലയും യു.എസിൽ സ്ഥാപിക്കുന്നത് ചെലവേറിയതായതിനാലാണ് കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത്. വൻകിട കമ്പനികൾ പിടിച്ചു നിൽക്കുമെങ്കിലും ജനറിക് മരുന്നുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ യു.എസ് വിടാൻ ഇത് കാരണമാകും. ഇത് മരുന്നുക്ഷാമത്തിന് ഇടവരുത്തും. സമൂഹത്തിന് ദരിദ്രരും പ്രായമേറിയവരും ഇതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട്. മരുന്നുവില കുറയ്ക്കുമെന്നായിരുന്നു യു.എസ് ജനതയ്ക്ക് ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നത്. എന്നാൽ പുതിയ നീക്കം തിരിച്ചടിയാകുമെന്നാണ് സൂചന. വർദ്ധിപ്പിച്ച തീരുവ 1.5 വർഷത്തിനു ശേഷം മാത്രമേ പ്രാബല്യത്തിൽ വരാനിടയുള്ളൂ. കമ്പനികൾക്ക് മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുന്നതിനു വേണ്ടിയാണിത്. ഖാർത്തൂം, സുഡാനിലെ ദാർഫൂർ മേഖലയിലെ തർസീൻ ഗ്രാമത്തിൽ 1000-ഓളം പേർക്ക് ജീവൻ നഷ്ടമായ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ടത് ഒരേയൊരാൾ. ഓഗസ്റ്റ് 31-നാണ് ജബൽമാറയിലെ ഓറഞ്ച് കൃഷിക്ക് പേരുകേട്ട തർസീനിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഒരാഴ്ച നീണ്ട കനത്ത മഴയ്ക്ക് പിന്നാലെയായിരുന്നു ഉരുൾപൊട്ടൽ. ഗ്രാമം നിശേഷമില്ലാതായതായി തർസീൻ നിയന്ത്രിക്കുന്ന സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ് നേതാവ് അബ്ദേൽ വാഹിദ് മുഹമ്മദ് നൂർ പ്രസ്താവനയിൽ പറഞ്ഞു. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് രക്ഷതേടി രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഉരുൾപൊട്ടലിൽ ഇല്ലാതായത്. സുഡാൻ സൈന്യവും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും RSFും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിൽ ഇരുചേരിയിലും ചേരാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ് സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ്. അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ അഭയം തേടിയത്. നോർത്ത് ദാർഫൂർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ അൽഫാഷിർ നഗരത്തിന്റെ നിയന്ത്രണത്തിനായി പോരിടുകയാണ് ഇരു വിഭാഗങ്ങളും. നിലവിൽ RSFന് കീഴിലുള്ള ഇവിടെ കടുത്ത ക്ഷാമം നിലനിൽക്കുകയാണ്. ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധത്തെ ബഹുമാനിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു. ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഷെഹബാസ് ഷെരീഫിന്റെ പരാമർശം. ന്യൂഡൽഹിയും മോസ്കോയുമായുള്ള ബന്ധം തികച്ചും നല്ല രീതിയിലാണെന്നും റഷ്യയുമായി നല്ല ബന്ധമുണ്ടാക്കാൻ പാകിസ്ഥാനും ആഗ്രഹമുണ്ടെന്നും ഷെരീഫ് പറഞ്ഞു. മേഖലയുടെ വികസനത്തിനും പുരോഗമനത്തിനുമായി ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു എന്ന് ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു. പുടിൻ വളരെ ഊർജ്ജസ്വലനായ നേതാവാണെന്നും അദ്ദേഹവുമായി അടുത്തു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കുള്ള ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കിഴിവ് പ്രഖ്യാപിച്ച് റഷ്യ. ക്രൂഡ് ഓയിൽ ബാരലിന് $3 മുതൽ $4 വരെ വിലക്കിഴിവാണ് റഷ്യ വരുത്തിയത്. റഷ്യയിൽ നിന്ന് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യൂറാൽ ഗ്രേഡിൽപ്പെട്ട ക്രൂഡ് ഓയിൽ വിലക്കിഴിവ് ഇതിനോടകം ചുമത്തിയതായി ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി ഇന്ത്യക്ക് യു.എസ്. 50% ഇറക്കുമതി തീരുവ കഴിഞ്ഞ ആഴ്ച ചുമത്തിയിരുന്നു. ഇതിനു പിന്നാലെ റഷ്യയുടെ നീക്കം ഷാങ്ങായ് ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് വിശിഷ്ടമായ ബന്ധമാണെന്നാണ് മോദി അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായി എണ്ണ വിറ്റുനേടുന്ന പണമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതെന്നായിരുന്നു യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം. ഇതിനെ തുടർന്ന് ഇന്ത്യ റഷ്യയോടും ചൈനയോടും ചേർന്ന് യു.എസിനെ പ്രതിരോധിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു. ദേശീയ താൽപര്യമാണ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നയങ്ങൾ തീരുമാനിക്കുന്നതെന്നും മികച്ച കരാർ ലഭിക്കുന്നിടത്ത് നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമെന്നും ഇന്ത്യ മറുപടി നൽകിയിരുന്നു. ഓഗസ്റ്റിന്റെ ആദ്യത്തിൽ എണ്ണ ഇറക്കുമതിയിൽ ചെറിയ ഇടവേളയുണ്ടായെങ്കിലും അതിനുശേഷം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യൻ കമ്പനികൾ പുനരാരംഭിച്ചിരുന്നു. കനത്ത മഴ തുടരുന്ന ഡൽഹിയിൽ യമുന നദി കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഈ വർഷം ആദ്യമാണ് യമുന അപകടനിട കവിഞ്ഞൊഴുകുന്നത്. വാസിറാബാദ്, ഹസ്തിനാകുണ്ട് അണക്കെട്ടുകൾ തുറന്നതോടെ നദിയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പ്രളയ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഡൽഹി പോലീസ് ഗതാഗത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. മയൂർ വിഹാർ, യമുന ബസാർ, നിഗംബോഡ് ഘാട്ട്, ഗാന്ധിനഗർ, ശാസ്ത്രി പാർക്ക് എന്നിവിടങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇതിനെ തുടർന്ന് ഓൾഡ് റെയിൽവേ ലോഹപാലം പോലീസ് അടച്ചു. ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ ഹനുമാൻ സേതു, രാജാറാം കോഹ്ലി മാർഗ്, ഗീതാ കോളനി റോഡ് എന്നിവിടങ്ങളിലൂടെ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്.
വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഡൽഹി പോലീസ് ഗതാഗത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. മയൂർ വിഹാർ, യമുന ബസാർ, നിഗംബോധ് ഘാട്ട്, ഗാന്ധിനഗർ, ശാസ്ത്രി പാർക്ക് എന്നിവിടങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇതിനെ തുടർന്ന് ഓൾഡ് റെയിൽവേ ലോഹപാലം പോലീസ് അടച്ചു. ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ ഹനുമാൻ സേതു, രാജാറാം കോഹ്ലി മാർഗ്, ഗീതാ കോളനി റോഡ് എന്നിവിടങ്ങളിലൂടെ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. ഓണാഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. വൈകുന്നേരം 6 മണിക്ക് കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കമിടും. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, MP, MLA മാർ തയ്യാറുകൾ ഉൾപ്പെടെ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമാകും. സിനിമാ താരങ്ങളായ രവി മോഹൻ, ജയം രവി, ബേസിൽ ജോസഫ് എന്നിവർ ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യ അതിഥികളാകും. സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര മൈതാനം, ഭാരത് ഭവൻ, ഗാന്ധി പാർക്ക്, വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ, മ്യൂസിയം വളപ്പ്, ശംഖുമുഖം, കഴക്കട്ടും സ്പോർട്സ് സബ് സ്റ്റേഡിയം എന്നിവയാണ് പ്രധാന വേദികൾ. നിശാഗന്ധിയിൽ 4-ന് 7 മണിക്ക് സംഗീത പരിപാടിക്ക് സംഗീത സംവിധായകൻ ശരത് നേതൃത്വം നൽകും. 5-ന് വൈകിട്ട് 8:30 സുരാജ് വഞ്ഞാറമോട് ഒരുക്കുന്ന ലൈവ് ഷോ. 6-ന് 7-ന് സിതാര കൃഷ്ണകുമാർ പാടുന്നു. 9-ന് വൈകിട്ട് 7-ന് ഈ വേദിയിൽ വിനീത് ശ്രീനിവാസിന്റെ സംഗീത പരിപാടിയും ഉണ്ടാകും. കൂടാതെ മനോ, ചിന്മയി, നരേഷ് അയ്യർ, പല്ലം റാം, ബിജു നാരായണൻ, കല്ലറ ഗോപൻ, സുധീപ് കുമാർ, വിധു പ്രതാപ്, നജീം അർഷദ്, രമ്യ നമ്പീശൻ, രാജേഷ് ചേർത്തല, നിത്യ മോമൻ, പുഷ്പവതി തുടങ്ങിയവരും കലാവിരുന്നൊരുക്കും. 9-ന് വൈകുന്നേരം ഘോഷയാത്രയോടെയാണ് ഓണാഘോഷത്തിന് സമാപനമാവുക. 33 വേദികളിലായി വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 5, 6, 7 തീയതികളിൽ നഗരത്തിൽ ഡ്രോൺ ഷോ ഒരുക്കും. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവയ്ക്ക് മുകളിലായാണ് 15 മിനിറ്റിലേറെ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ലൈറ്റ് ഷോ നടക്കുന്നത്. 1000-ഓളം ഡ്രോണുകളാണ് ഷോയിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തെ 2 മെഡിക്കൽ കോളേജുകൾക്ക് കൂടി നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ NMC-യുടെ അനുമതി ലഭ്യമായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. വയനാട്, കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കാണ് അനുമതി ലഭ്യമായത്. 50 MBBS സീറ്റുകൾക്ക് വീതമാണ് അനുമതി ലഭിച്ചത്. എത്രയും വേഗം നടപടിക്രമങ്ങൾ പാലിച്ച് ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. NMC മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അക്കാഡമിക് സൗകര്യങ്ങളും ഒരുക്കിയതിലൂടെയാണ് അംഗീകാരം ലഭിച്ചത്. വയനാട് മെഡിക്കൽ കോളേജിൽ 45 കോടി രൂപ ചെലവിൽ മൾട്ടിപർപ്പസ് ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കിയെന്നും 60 സീറ്റുകളോടുകൂടി നഴ്സിംഗ് കോളേജ് ആരംഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജിന്റെ ആദ്യവർഷ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് 115 അധ്യാപക തസ്തികകളും 25 അനധ്യാപക തസ്തികകളും ഉൾപ്പെടെ 140 തസ്തികകൾ സൃഷ്ടിച്ചതിൽ നിയമനം നടത്തി. 2.30 കോടി വിനിയോഗിച്ച് മോഡേൺ മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചു. 8.23 കോടി വിനിയോഗിച്ച് കാത്ത് ലാബ് നിർമ്മാണം പൂർത്തിയാക്കി. ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയറുകൾ ആരംഭിച്ചു. അധ്യാപക തസ്തികകൾ അനുവദിച്ച് കാർഡിയോളജി വിഭാഗം ആരംഭിച്ചു. 18 ലക്ഷം ഉപയോഗിച്ച് പവർ ലോണ്ടറി. ലക്ഷ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലേബർ റൂം സ്റ്റാൻഡർഡൈസേഷൻ നടപ്പാക്കി. പീഡിയാട്രിക് ICU സജ്ജീകരിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി സിക്കിൾ സെൽ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ ആദ്യമായി അരിവാൾ കോശരോഗിയിൽ ഇടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തി. MBFHI മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കി ലക്ഷ്യ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തി. 70 ലക്ഷം വിനിയോഗിച്ച് സ്കിൽ ലാബ് സജ്ജമാക്കി. മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തി. ഹെൽത്ത്, ഓഫീസ് സംവിധാനങ്ങൾ ആശുപത്രിയിൽ പ്രാവർത്തികമാക്കി. 20.61 ലക്ഷം രൂപയുടെ ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റ് പൂർത്തിയായി. ഡെന്റൽ വിഭാഗത്തിൽ മികച്ച അത്യാധുനിക ചികിത്സകൾ ആരംഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണത്തിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 160 കോടിയുടെ ഭരണാനുമതി നൽകി. ന്യൂറോളജി വിഭാഗം ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കി. ഘട്ടം ഘട്ടമായി സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. 60 സീറ്റുകളോടുകൂടി നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു. 29 കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഹോസ്റ്റലിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 273 തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തി.
ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, പത്തോളജി, ന്യൂറോളജി, നെഫ്രോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഡെർമറ്റോളജി, ENT, റെസ്പിറേറ്ററി മെഡിസിൻ, OMFS, സൈക്യാട്രി വിഭാഗങ്ങളുടെ OP ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ ന്യൂറോളജി, നെഫ്രോളജി OP സ്ഥാപിച്ചു. സഞ്ജീവിനി ടെലിമെഡിസിൻ സേവനങ്ങൾ ലഭ്യമാക്കി പ്രിൻസിപ്പൽ തസ്തിക സൃഷ്ടിച്ച് പ്രിൻസിപ്പൽ പോസ്റ്റ് ചെയ്തു. റേഡിയോളജി സേവനങ്ങൾക്ക് AERB-യിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. മന്ത്രി പറഞ്ഞു. ഓണാവധിക്ക് നാട്ടിലേക്ക് വരുന്നതിനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു. തിരുവനന്തപുരം ഭരതന്നൂർ മാറാനാട് തുട്ടിയറ ശ്രേയസ് DS ഷൈജു ആണ് മരിച്ചത്. ഗുജറാത്തിലെ സൂറത്ത് ജില്ലയിൽ മാണ്ഡിവി എന്ന സ്ഥലത്ത് ടയർ പഞ്ചർ കട നടത്തുകയാണ് ഇയാൾ. തിങ്കൾ രാവിലെയാണ് സംഭവം. നാട്ടിലേക്ക് വരാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു പിന്നാലെ ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുകയും കുഴഞ്ഞു വീഴുകയും ചെയ്യുകയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ഇന്നു വൈകിട്ട് നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ഭാര്യ VS ഷീബ, മകൻ ശ്രേയസ്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടികയിൽ ആകെ 2,83,12,472 വോട്ടർമാരാണുള്ളത്. വാർഡ് പുനർവിഭജനത്തിനു ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിൽ പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളതാണ് ജൂലൈ 23-ന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ആകെ 2,68,78,258 വോട്ടർമാരാണുണ്ടായിരുന്നത്. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ 29,81,310 പുതിയ അപേക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. പട്ടികയിൽ നിന്നും പേരൊഴിവാക്കുന്നതിന് ആകെ 4,88,024 അപേക്ഷകളായിരുന്നു ലഭിച്ചിരുന്നത്. 1,33,52,951 പുരുഷന്മാരും 1,49,59,245 സ്ത്രീകളും 276 ട്രാൻസ്ജെൻഡറുകളുമാണ് പുതിയ പട്ടികയിലുള്ളത്. 2025 ജാനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ 2,067 പേരാണുള്ളത്. 14 ജില്ലകളിലായി 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകളിലെയും 87 മുനിസിപ്പാലിറ്റികളിലെ 3,240 വാർഡുകളിലെയും 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകളിലെയും അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. അതത് വോട്ടർ പട്ടിക കമ്മീഷന്റെ sec.kerala.gov.in വെബ്സൈറ്റിലും തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക്, വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ്. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് ഓഗസ്റ്റ് 12 വരെ ലഭിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ചും ഹിയറിംഗ് നടത്തിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 2020-ലെ പൊതുതിരഞ്ഞെടുപ്പിന് ആകെ 2,76,56,910 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ 216 പേരാണ് ഉണ്ടായിരുന്നത്. നിയമസഭയിലെ ഓണ ആഘോഷങ്ങൾക്കിടയിൽ നൃത്തം അവതരിപ്പിക്കുന്നതിനിടെയാണ് ഡെപ്യൂട്ടി ലൈബ്രറിയൻ ജുനൈസ് 46 കുഴഞ്ഞുവീണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു. അതിന്റെ തലേദിവസമാണ് ചെന്നൈ സവിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യുവ ഡോക്ടറും കാർഡിയാക് സർജനുമായിരുന്ന ഡോക്ടർ ഗ്രാഡ്ലിൻ റോയ് രാവിലെ ഹോസ്പിറ്റൽ റൗണ്ടിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. ഇടത് രക്തധമനിയിലുണ്ടായിരുന്ന ബ്ലോക്കാണ് കടുത്ത ഹൃദയാഘാതത്തിന് കാരണമായതെന്നു വിവരം. സംഭവം ആശുപത്രിക്കുള്ളിലാണ് നടന്നതെന്നതും ഇരയായത് ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നുവെന്നതുമാണ്
വിഷയത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടവയാൽ ഇന്ത്യയിലുടനീളം ആരാധകരുള്ള പ്രശസ്ത ഹാസ്യനടനും അവതാരകനുമായ രാജു ശ്രീവാസ്തവയ്ക്ക് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ ഹൃദയാഘാതം സംഭവിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഡൽഹിയിലെ എയിംസിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. എന്നാൽ ദീർഘകാല ആശുപത്രിവാസത്തിനു ശേഷം അദ്ദേഹത്തിന് ജീവിതത്തോട് വിട പറയേണ്ടി വന്നു. കന്നഡ സിനിമാ രംഗത്തെ സൂപ്പർ സ്റ്റാറായിരുന്ന പുനിത് രാജ്കുമാറിനും സമാനമായ വിധിയായിരുന്നു. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം. ആ സമയം പ്രായം വെറും 46. പ്രശസ്ത ഗായകനായ കൃഷ്ണകുമാർ കുന്നാഥ് അഥവാ കെ.കെയ്ക്കും ഹൃദയസ്തംഭനം മൂലം കൊൽക്കത്തയിൽ പൊതുവേദിയിൽ ഗാനാലാപനത്തിനിടെ വിട പറഞ്ഞു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്ന സംഭവം ഇതോടൊപ്പം ഓർക്കാവുന്നതാണ്. മുകളിൽ പരാമർശിച്ചത് പ്രശസ്തരും പൊതുവിൽ അറിയപ്പെടുന്നവരുമായ വ്യക്തികളെയാണ്. എന്നാൽ ഒട്ടേറെ ചെറുപ്പക്കാർ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി കുഴഞ്ഞുവീണു മരിക്കുന്നുണ്ട്. എന്താണ് ഇതിനു പിന്നിലെ കാരണം? എന്താണ് ഹൃദയാഘാതം? ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന പ്രധാന ധമനി കൊറോണറി ആർട്ടറിയാണ്. ഈ ഹൃദയധമനിയിൽ എവിടെയെങ്കിലും തടസ്സം സംഭവിച്ചാൽ ഹൃദയത്തിലേക്ക് രക്തം കൃത്യമായി എത്താൻ കഴിയാതെ പോകുന്നു. ഇതാണ് ഹൃദയാഘാതത്തിന് കാരണമാകുന്നത്. നിയന്ത്രണമില്ലാത്ത പ്രമേഹം, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, അലസമായ ജീവിതശൈലി, അമിത രക്തസമ്മർദ്ദം, നിയന്ത്രിക്കാത്ത കൊളസ്ട്രോൾ, സ്ഥിരമായ പുകവലി, അമിത മദ്യപാനം, വ്യായാമക്കുറവ് തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഹൃദയാഘാതത്തിന് വഴിയൊരുക്കും. എന്നാൽ ഹൃദയാഘാതം സംഭവിച്ച ഉടൻ തന്നെ വ്യക്തി മരണത്തിന് വിധേയനാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൊറോണറി ആർട്ടറിയിൽ സംഭവിച്ച തടസ്സത്തിന്റെ വ്യാപ്തി പ്രധാനമാണ്. ഒരു നിശ്ചിത പരിധി കടന്നപ്പോൾ മാത്രമേ ലക്ഷണങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുകയുള്ളൂ. ലക്ഷണങ്ങൾ: കിതപ്പ്, നെഞ്ചിന്റെ മധ്യഭാഗത്തായി വേദന, ഭാരം അമർത്തുന്നതുപോലെ തോന്നുക, കൈയിലേക്കോ കഴുത്തിലേക്കോ വ്യാപിക്കുന്ന വേദന, അമിതമായ വിയർപ്പ്, ശ്വാസതടസ്സം. എന്താണ് കാർഡിയാക് അറസ്റ്റ്? ഹൃദയസ്തംഭനം. ഡോക്ടർ ഗ്രാഡ്ലിൻ റായിയെ ബാധിച്ചത് ഹൃദയസ്തംഭനമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഹൃദയാഘാതത്തിൽ